എനിക്ക് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയോടാണ്. നമ്മുടെ രാജ്യത്തു നിന്നും ഏതെങ്കിലും ഒരു ഭക്ഷ്യ ഉൽപ്പന്നം വിദേശത്തേക്ക് കയറ്റി അയച്ചു പോകുന്നുണ്ടെങ്കിൽ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം അവരുടെ കാര്യം പറയുമ്പോൾ സ്പൈസസ് ബോർഡ്, അതുപോലെ ഫുഡ് ഡിപ്പാർട്ട്മെന്റ്, ഈ രണ്ട് വകുപ്പുകളുടെയും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു സാധനം കയറ്റി അയക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ പറഞ്ഞ ലാഭ പരിശോധനയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എങ്ങനെ ഇത് വിദേശ രാജ്യത്തെത്തി? കീടനാശിനികളാണ് പ്രധാനമെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണം. ഇതിനകത്ത് ആർക്കൊക്കെ ഷെയർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും കട്ടപ്പനയിലാണുള്ളത്, നമ്മുടെ റജി സാറിൻ്റെ ഒപ്പം. ഇന്ന് നമ്മളിപ്പോൾ ചരിത്രമാണ് ചെയ്തിരുന്നത് നമ്മുടെ ഈ ഒരു ചാനലിൽ ഏലത്തിനെ പറ്റി. പക്ഷേ ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ടോപ്പിക്ക് ഇതിനിടയ്ക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാറേ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങൾ സാറിൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചോദിക്കാനാണ് വന്നത്. ഈ കഴിഞ്ഞ ഇടയിലും ഈ ഒരു ന്യൂസിലൊക്കെ നമുക്ക് കണ്ടതാണ്, നമ്മുടെ കർഷകരിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വില തകർച്ച. പെട്ടെന്ന് വില ഇടിഞ്ഞു പോകാനുണ്ടായി. 2000-4000 വരെ വന്നിരുന്നതാണ്. അതിൽ 5000 വരെ വന്നു. എന്നിട്ട് ആ ഒരു വില ഇടിഞ്ഞു പോവുകയും അതിന് കാരണം ചോദിക്കുമ്പോൾ അവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത സാധനം റിജക്റ്റ് ആയിട്ട് തിരിച്ചു വന്നു എന്നൊക്കെയാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. നമുക്കത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയാം. അതെ. പക്ഷേ ഈ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും 1983-84 കാലഘട്ടത്തിലെ വില പരിശോധിച്ചാൽ നമുക്കറിയാം ഏതാണ്ട് 800 രൂപയ്ക്കും 1000 രൂപയ്ക്കും ഇടയിലാണ് നമുക്ക് ഏലത്തിന്റെ വില ലഭിച്ചിരുന്നത് 1 കിലോ കായ്ക്ക്. അതെ. അന്ന് കിട്ടിയിരുന്ന ആ ഒരു വില വെച്ച് നോക്കുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന ലേബർ ചാർജ്, മറ്റ് കെമിക്കലിന്റെ അല്ലെങ്കിൽ വളത്തിന്റെ, അതുപോലെ തന്നെ മറ്റ് സമസ്ത മേഖലയുള്ള ഒരു വില വർധനവ് പരിശോധിച്ചാൽ, അത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 10 ഇരട്ടി മുതൽ 80 അല്ലെങ്കിൽ 100 ഇരട്ടി വരെ വർധന ഉണ്ടായിട്ട് നമുക്ക് കാണാം. 100 ഇരട്ടിയല്ല, അതിന് മേളിൽ വന്നിട്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 18 രൂപ 50 പൈസയായിരുന്നെന്ന് ഒരാളുടെ ലേബർ ചാർജ്. ഇന്നത് 700-800ലേക്ക്. അതെ. ഇപ്പോൾ ഏതായാലും ഇപ്പോഴത്തെ ഒരു കായുടെ 1 കിലോ വിലയും പണിക്കൂലും ഈക്വലായി. അതുപോലെ തന്നെ നമുക്കറിയാം ഈ 1 കിലോ അരിക്ക് 2 രൂപ 15 പൈസയായിരുന്നു. ഇന്ന് നമുക്ക് 40 രൂപയായി. അതുപോലെ പച്ചക്കറികളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാലും 1 രൂപയ്ക്കൊക്കെ കിട്ടിയിരുന്ന 75 പൈസയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ 100-200 1 കിലോ മീനിന്, തക്കാളിക്ക് തന്നെ 100 മേളിൽ പോയി. അതാണ് അപ്പൊ ഞാൻ നമ്മുടെ ചോദ്യം ഇതിലേക്കാണ്, ഈ വില ഇടിവ് എന്തുകൊണ്ടാണ്? ഗൂഢാലോചനയാണ്. ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നിലനിൽക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും അതിന്റെ പ്രഭാവ കേന്ദ്രം എന്ന് പറയുന്നത് സ്പൈസസ് ബോർഡിന്റെ നേതൃത്വം നടക്കുന്ന ലേല കേന്ദ്രങ്ങളാണ്. അതെ. ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടക്കണം. കാരണം കർഷകരുടെ ഇന്ന് വില ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇടിച്ച് മൊത്തം ഇതെടുക്കുകയും അമിതമായിട്ടുള്ള വളപ്രയോഗ രീതിയിലൂടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമുക്കിവിടെ നിലനിൽക്കുന്നത്. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പം താങ്കൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒമാനിലേക്ക് കയറ്റിവിട്ട ഏലക്കായ അത് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് അതിന് വലിയൊരു മീഡിയ കവറേജ് കൊടുക്കുന്നു. മീഡിയ കവറേജ് എന്ന് പറയുമ്പം നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു വിഷാംശം കലർന്ന ഏലക്കായാണ് വിദേശത്തേക്ക് കയറ്റി അയച്ചത്, അത് തിരികെ വന്നിരിക്കുന്നു. എന്തുകൊണ്ട് സ്പൈസസ് ബോർഡ് ചെക്ക് ചെയ്തില്ല? ഇല്ല, ഇത് വലിയൊരു എന്നാ പറയുന്നത്, നമ്മള് പറയുമ്പോൾ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. എനിക്ക് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയോടാണ്, കൃഷി മന്ത്രിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേന്ദ്ര മന്ത്രാലയത്തിന്റെ അധികാരമുള്ള കൊമേഴ്സ്യൽ മിനിസ്റ്ററോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ രാജ്യത്തു നിന്നും ഏതെങ്കിലും ഒരു ഭക്ഷ്യ ഉൽപ്പന്നം വിദേശത്തേക്ക് കയറ്റി അയച്ചു പോകുന്നുണ്ടെങ്കിൽ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം നമ്മൾ ഏലക്കാട് കാര്യം പറയുമ്പോൾ സ്പൈസസ് ബോർഡ്, അതുപോലെ ഫുഡ് ഡിപ്പാർട്ട്മെന്റ്, ഈ രണ്ട് വകുപ്പുകളുടെയും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു സാധനം കയറ്റി അയക്കാൻ പറ്റുള്ളൂ. ലൈസൻസും വേണം. ഇവരുടെ ലൈസൻസിൽ മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇത് എങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞ ലാഭ പരിശോധനയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എങ്ങനെ ഇത് വിദേശ രാജ്യത്തെത്തി? മറുപടി പറയണം. രണ്ടാമത്തെ കാര്യം, അക്കമിട്ട് ഞാൻ ചില ചോദ്യങ്ങളാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറയണം, താങ്കൾ പറഞ്ഞല്ലോ വിഷാംശം കലർന്ന ഏലക്ക തിരിച്ചു വന്നുകൊണ്ടാണ് വലിയ ക്രൈസിസ് ഉണ്ടാകുന്നത്.
എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ ക്രൈസിസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അടുത്തൊരു എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ വിദേശത്തേക്ക് കയറ്റി അയച്ച സാധനം റിട്ടേൺ ചെയ്തു വന്നു, ഈ തിരിച്ചു വന്ന വിഷാംശം കലർന്ന ഏലക്കായ എന്ത് ചെയ്തെന്ന് നിങ്ങൾ ആരോടും പറഞ്ഞായിട്ട് കേട്ടിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് ചില ക്വസ്റ്റ്യനാണ് ചോദിക്കാനുള്ളത്. ഇവിടെ നിങ്ങൾ പറയുന്നു ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കായ്ക്ക് മുഴുവൻ വിഷാംശമാണ്. ഈ വിഷാംശമാണെങ്കിൽ ഇത് വിദേശത്തേക്ക് പോകുന്നത് പറ്റില്ല, അവിടുന്ന് തിരിച്ചയക്കുമെന്ന് നിങ്ങൾ തന്നെ പറയും. ഇത് കയറ്റി അയക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങൾ, ഇത് പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങൾ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇത് കർഷകരുടെ ജോലിയല്ല. മറിച്ച് നിങ്ങൾ ഇത് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് എത്ര അനുവദനീയമായ പോയിസൺ ഉണ്ട്, അതിൽ കൂടുതൽ എത്രയുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് നിങ്ങളിത് പരിശോധിക്കാത്തത്? ഇനി ഓക്കെ, നിങ്ങൾ പറഞ്ഞു വിട്ട അനുസരിച്ചുള്ള പോയിസൺ അനുപാതമാണ് ഇവിടെ എല്ലാ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കായ്ക്കകത്ത് ശരാശരി ഉള്ളതെങ്കിൽ നമ്മുടെ രാജ്യത്തെ യുവാക്കൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ അടങ്ങുന്ന 130 കോടി ജനങ്ങൾ ഈ ഏലക്കായാണ് ഭക്ഷിക്കുന്നത്. വിഷാംശം കലർന്ന ഈ ഏലക്ക ഭക്ഷിക്കുവാനായിട്ട് ഇതിന് അനുവാദം കൊടുത്ത ഗവൺമെൻറ് അവർക്ക് ഭരണത്തിൽ തുടരാൻ എന്ത് ധാർമ്മികതയാണുള്ളത്? ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഈ പ്രസ്താവന നടത്തുവാൻ എന്ത് ധാർമ്മികതയാണുള്ളത്? അടിയന്തരമായിട്ട് സർക്കാർ രാജിവെക്കണം. ഈ വിഷം നിറഞ്ഞ ഉൽപ്പന്നം ഈ പറഞ്ഞ ജനങ്ങളിലേക്ക് എത്തിച്ച് അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ഇതിൻ്റെ വ്യാപാരങ്ങളും വ്യവസായങ്ങളും എല്ലാം നിർത്തിവെക്കണം. ഇതിന് പരിശോധന നടത്തിയ ശേഷം. അതുപോലെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കീടനാശിനികളും രാസവളങ്ങളും ഗവൺമെൻറ് അനുവാദത്തോടു കൂടി പെർമിറ്റ് എടുത്ത് അല്ലെങ്കിൽ പെർമിഷനുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ സ്റ്റേറ്റിൽ വിൽക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് മോണോക്രോട്ടോപ്പസ് പോലുള്ള കീടനാശിനികൾ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, കേരളത്തിൽ നിരോധിച്ചിരുന്നു. പിന്നെ വീണ്ടും ആ നിരോധനം എടുത്ത് കളഞ്ഞിരിക്കുന്നു. എന്തായാലും ആയിക്കോട്ടെ, ഈ കീടനാശിനികളും രാസവളങ്ങളും ലൈസൻസ് കൊടുത്ത് ഇവിടെ കടകളിലൂടെ കൃഷിക്കാർക്ക് വേണ്ടി വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ കൊടുക്കുന്ന ലൈസൻസാണ്. എന്നിട്ട് അതിന് വിഷമുണ്ട് എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തിയാണ്? അടിയന്തരമായിട്ട് ഈ കമ്പനികൾ മുഴുവൻ അടച്ചുപൂട്ട്. എന്തിന് ഈ വിഷാംശം ഇവിടെ നമുക്ക് വിതരണം ചെയ്യണം? അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അനിയന്ത്രിതമായിട്ട് രാസവളങ്ങളോ കീടനാശിനികളോ എന്തെങ്കിലും ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കൃഷി വകുപ്പ് ഈ കാര്യത്തിലൊരു നടപടി എടുക്കാത്തത്? കൃഷി ഉദ്യോഗസ്ഥരും സ്പൈസസ് ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും എന്ത് ജോലിയാണ് ഇവിടെ ചെയ്യുന്നത്? നമുക്കറിയാം, റവന്യൂ ഇൻകത്തിൻ്റെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കഷ്ടപ്പെടുന്ന വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ അതിൽ നിന്ന് അടയ്ക്കുന്ന നികുതി പണത്തിൻ്റെ 80% കൈപ്പറ്റുന്നത് ഇവിടെ യാതൊരു പണിയും ചെയ്യത്തില്ലാത്ത ഒരു കൂട്ടം ആളുകൾ, സർക്കാർ ജീവനക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. പാവപ്പെട്ട കൃഷിക്കാരന് എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? അവന് ഭാരമല്ലാതെ എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ ഇതിനകത്ത് ഞാൻ ചോദിക്കുകയാണ്. ഒരു കൃഷിക്കാരൻ 100 കിലോ ഏലക്ക ഉൽപ്പാദിപ്പിച്ച് അവൻ കച്ചവടക്കാരൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അയാൾക്ക് വില നിശ്ചയിക്കാനുള്ള അവകാശമില്ല. മറിച്ച് ഈ കച്ചവടക്കാരന്, ഈ വ്യവസായി അല്ലെങ്കിൽ വ്യാപാരിയാണ് അതിൻ്റെ വില നിർണ്ണയിക്കുന്നത്. അങ്ങനെ ഒരു ഉൽപ്പന്നത്തിന് ലോകത്തിലെടുത്തും അങ്ങനെ ഒരു പ്രവണത ഇല്ലാത്ത, പക്ഷേ ഇവിടെ ഉൽപ്പാദന യാതൊരുവിധ സ്വാധീനമില്ല. ആ ഉൽപ്പാദന സ്വാധീനമില്ലാത്ത ഈ ഏലക്കായെ കച്ചവടക്കാരനെ കൊടുക്കുമ്പോൾ അവൻ നിർണ്ണയിക്കുന്ന വില ഈ കൃഷിക്കാരന് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പിന്നിൽ വലിയൊരു ചതിയും കൂടെ കൂട്ടത്തിൽ നിൽക്കുന്നു. അവന് 1% ഈ കൂട്ടത്തിൽ സാമ്പിളായിട്ട് കൊടുക്കണം. ഏത് ഉൽപ്പന്നത്തിനാണ് ലോകത്തിൽ ഇതുപോലെ സാമ്പിൾ കൊടുക്കേണ്ടി വരുന്നത്? കച്ചവടക്കാരൻ തന്നെ എടുക്കുന്നു, അവൻ വില നിശ്ചയിക്കുന്നു, എന്നിട്ട് ഈ കൃഷിക്കാരൻ്റെ 100 കിലോ ഏലക്കായ്ക്ക് 1 കിലോ സാമ്പിൾ എന്ന് പറഞ്ഞ് എടുത്ത് മാറ്റിവെക്കുകയാണ്. ഇതുകൂടാതെ ചക്കോളം പോലുള്ള അണക്കര പോലുള്ള പ്രദേശങ്ങളിലേക്ക് ചെന്ന് ഇതിനും പുറമെ ടേബിൾ സാമ്പിൾ എന്നും പറഞ്ഞൊരു ചെറിയ അളവ് സാധനം മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിലും കൃഷിക്കാരെ കൊള്ളയടിക്കാമെന്നും ഏത് പാപഭാരം അവൻ്റെ തലയിൽ കെട്ടിവയ്ക്കാമെന്നുമുള്ള ഈ ഒരു കാഴ്ചപ്പാട് അത് മാറിയേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഈ ബന്ധപ്പെട്ട ഭരണകൂടത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചമച്ചു വയ്ക്കുന്ന ഈ ഭാരം മുഴുവനും ചുമക്കാനുള്ള ബാധ്യത കർഷകനില്ല. കീടനാശിനികളാണ് പ്രധാനമെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണം. ഇതിനകത്ത് ആർക്കൊക്കെ ഷെയർ കിട്ടുന്നുണ്ട്? അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടുന്ന് കയറ്റി അയച്ച ഉൽപ്പന്നം ആര് കയറ്റി അയച്ചു? ഏത് കച്ചവടക്കാരനാണ് കയറ്റി അയച്ചത്? അവനും അവിടുന്ന് റിജക്റ്റ് ചെയ്തവൻ, ആ രാജ്യത്തു നിന്ന് സ്വീകരിച്ച ആൾ, റിജക്റ്റ് ചെയ്ത ആൾ, അയാളും ഇയാളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണം വേണം. ഇത് CBI അന്വേഷിക്കണം. കൃത്യമായി ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. ഈ പറഞ്ഞ വാർത്ത വന്നതിന് ശേഷം
850 രൂപ 900 രൂപ ആവറേജ് നിന്ന ഏലക്കായുടെ വില വീണ്ടും ഇടിഞ്ഞ് 600-ലേക്ക് 500-ലേക്കും പോയി. ഒരു തൊഴിലാളിക്ക് ഒരു കായെടുക്കാൻ പറ്റുന്നില്ല, കവാത്തെടുക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും മറ്റ് ചില ജോലികൾ ചെയ്യാൻ, ഏലത്തിൻ്റെ പണികൾ ചെയ്യാൻ വരുന്ന ഒരു തൊഴിലാളിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വേതനം എന്ന് പറഞ്ഞാൽ 600-നും 700-നും ഇടയ്ക്കാണ്. ഈ 1 കിലോ ഏലക്ക കിട്ടിയ ഒരു കൃഷിക്കാരൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ഒരു വസ്തുതയും കൂടെ വളരെ വ്യക്തമായി ഞങ്ങൾക്ക് പറയുവാനുണ്ട്. ഒരു UD ക്ലർക്കിന് അല്ലെങ്കിൽ ഒരു LD ക്ലർക്ക് റിട്ടയർ ആകുമ്പോൾ ഫുൾ പെൻഷൻ വാങ്ങുന്ന ഒരു LD ക്ലർക്കിന് കിട്ടുന്ന അതേ അളവിലുള്ള ഒരു പെൻഷൻ ആനുകൂല്യം ഇവിടുത്തെ ഒരു 55 വയസ്സ് വരെ ഈ നാടിന് വേണ്ടി, ഈ പാവപ്പെട്ട ഈ മുഴുവൻ ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ഈ പാവപ്പെട്ട കർഷകന് വേണ്ടി തത്തുല്യമായിട്ടുള്ള ഒരു പെൻഷൻ അനുവദിക്കുവാൻ തയ്യാറാകണം. അല്ലാതെ ഇത് മുഴുവൻ കർഷകരുടെ തലയിൽ കെട്ടിവയ്ക്കുവാനും അവരെ കൊണ്ട് ഈ പാവഭാരം ചുമപ്പിക്കാനുമുള്ള ഈ ശ്രമം ശക്തമായി ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. കർഷകർ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനിയിപ്പം ഗവൺമെൻറ് സമീപിക്കുന്നതിൽ വലിയ വിശ്വാസമില്ല, മറിച്ച് ഇനി ഞങ്ങൾക്ക് നീതിപീഠത്തെയാണ് പ്രതീക്ഷ. അതുകൊണ്ട് ഞങ്ങൾ കോടതിയിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങൾ നിയമപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക. സാറിൻ്റെ ഈ പ്രസക്തമായ ചോദ്യങ്ങൾക്ക് കർഷകരായ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഞാൻ സാധ്യത ഇപ്പോൾ മരച്ചിരിക്കുക കണ്ടിട്ട് ഈ ചോദ്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കൃത്യമായിട്ടും കാണുന്ന ഓരോ കർഷകനും മനസ്സിൽ കുറിക്കണം, ഇത് ചോദിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്തു പോവുക. ഇതുപോലുള്ള കാര്യങ്ങൾ കർഷകരും ഷെയർ ചെയ്യണം. നമ്മളുടെ അവകാശമാണിത്. നമ്മൾ സംഘടിക്കണം. അസംഘടിതരാണെന്ന് പറയുന്ന ആ ഒരു തലത്തിൽ നിന്ന് മാറിയിട്ട് സംഘടിതരായിട്ട് പോകുന്ന ആളുകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ കാണണം, കണ്ടു പഠിക്കണം. എന്നിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. തീർച്ചയായിട്ടും പല ഓപ്ഷനുകളാണ് ഇവർ നിരത്തുന്നത്. അത് ഏതാ ശരിയാവും, ഇത് ശരിയാവും. പക്ഷേ ഇതിന് പിന്നിലുള്ള കള്ളക്കളികളാണ് ഇത്രയും പൊളിച്ച് എഴുതിയത് നമ്മളെ തന്നെ. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി സാർ, കർഷകർക്ക് വേണ്ടി ഇത്രയും അധികം ഒരു നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നതിന് അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി.